மத்திய அரசின் தொகுதி மறுசீரமைப்புக்கு எதிரானவர்கள் அல்ல தமிழ்நாடு உள்ளிட்ட தென் மாநில அரசுகள். நியாயமான தொகுதி மறுசீரமைப்பு வேண்டும் என்பதுதான் எங்களின் கோரிக்கை. இதுதான் மாண்புமிகு தமிழ்நாடு முதலமைச்சர் அவர்களின் வலியுறுத்தல். இதற்காக கூட்டப்பட்ட கூட்டுக்குழு நடவடிக்கை கூட்டம் மாபெரும் வெற்றி கண்டுள்ள நிலையில் மத்திய அரசு இந்த விவகாரத்தில் தீர்வு கண்டே ஆக வேண்டும் என்பதுதான் அழுத்தம். அனைத்திலும் மௌனமாக இருந்துவிட்டு திடீரென மாநில அரசுகளை வஞ்சிக்கும் வாடிக்கையை வைத்துள்ள பாஜக அரசு இந்த விவகாரத்தில் அப்படி செயல்பட விட்டுவிடக்கூடாது என்பதுதான் திராவிட அரசின் முன்னெடுப்புக்கு பின்னால் இருக்கும் காரணம். இதுகுறித்து மாண்புமிகு கேரள மாநில முதலமைச்சர் திரு பினராயி விஜயன் அவர்கள் மற்றும் மாண்புமிகு நாடாளுமன்ற குழு தலைவர் திருமதி கனிமொழி கருணாநிதி அவர்கள் நம்முடன் பகிர்ந்து கொண்ட பல்வேறு விஷயங்களை பார்க்கலாம். இந்த விவகாரத்தில் மாண்புமிகு தமிழ்நாடு முதலமைச்சர் அவர்கள் எடுத்திருக்கக்கூடிய முன்னெடுப்பு அப்படின்றது தேசிய அளவில் உற்று பார்க்கப்பட்டு இருக்கு. கேரள மாநிலம் எந்த ஒரு பிரச்சனைக்காக இருந்தாலும் நம்ம கூட தோள் கொடுத்து தோழனாவே நின்று போராடிட்டு இருக்காங்க. இந்த விஷயத்திலையும் உங்களுக்காக நாங்க இருக்கோம், எங்களுக்காக நீங்க இருங்க அப்படிங்கிற அடிப்படையில் முன்னாடி இருந்திருக்காங்க. அந்த வகையில் நம்மளுடைய தோழர், நம்மளுடைய சகாவு, நம்மளுடைய மாண்புமிகு தமிழ்நாடு முதலமைச்சர் அவர்களுடைய நெருங்கிய நண்பர் அப்படின்ற அடிப்படையில் மாண்புமிகு கேரள மாநில முதலமைச்சர் திரு பினராயி விஜயன் அவர்கள் நம்ம கூட இருக்காங்க. அவங்க கிட்ட இந்த விவகாரம் குறித்து விரிவா பேசலாம். വണക്കം സർ. വണക്കം. മണ്ഡല പുനർനിർണയം ഈ കാര്യത്തിൻ്റെ ഓരോ മുന്നെടുപ്പിലും തമിഴ്നാട്ടിൻ്റെ കൂടെ സാർ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത നടപടിയായിട്ട് സാർ എന്താ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് എത്തിച്ചേർന്ന് വെച്ചാൽ സാർ പറയേണ്ട സാറിൻ്റെ സൈഡിലുള്ള മറുപടി എന്താണ്? തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ ബ്രദർ സ്റ്റാലിൻ എടുത്ത മുൻകൈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് തമിഴ്നാടിൻ്റെ മാത്രമോ തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ മാത്രമോ പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഇന്നത്തെ യോഗത്തിൽ ഒഡീഷയും പഞ്ചാബും എല്ലാം പങ്കെടുത്തത്. നമ്മുടെ രാജ്യം നേരിടാൻ പോകുന്ന ഗൗരവമായൊരു പ്രശ്നത്തിലാണ് സംയോജിതമായ ഇടപെടൽ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് ശരിയായ ഇടപെടലാണ് എന്നതുകൊണ്ടാണ് എല്ലാവരും ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത ഞങ്ങളെല്ലാവരും ആ യോഗത്തിന് എത്തിച്ചേർന്നത്. ഇവിടെ ഡീലിമിറ്റേഷൻ എന്നത് നിലവിൽ സംസ്ഥാനങ്ങളുടെ നിലവിലുള്ളതിനെ തകർക്കുന്ന നിലയിലായിക്കൂടാ. നമ്മുടെ രാജ്യം അതീവ ഗൗരവമായി ജനസംഖ്യാ നിയന്ത്രണം കണ്ടിരുന്നു. അത് വളരെ ഫലപ്രദമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ വർധനവുണ്ടായില്ല എന്ന് മാത്രമല്ല, മാതൃകാപരമായ നിയന്ത്രണം ഉണ്ടായിട്ടുമുണ്ട്. ഈ കാര്യത്തിൽ ദേശീയ തലത്തിലുള്ള ഒരു സർക്കാർ പരിപാടി വിജയിപ്പിച്ചത് ആ സംസ്ഥാനങ്ങൾക്ക് ഒരു ശിക്ഷയായി വന്നുകൂടാ എന്നതാണ് പൊതുവെ ഉയർന്നു വന്ന വികാരം. ഇതങ്ങനെയാണ് സംഭവിക്കുക. ഒരു ഭാഗത്ത് BJP കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ BJP ഇതര സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന സാമ്പത്തിക വിവേചനമുണ്ട്. അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള സാമ്പത്തിക പ്രയാസം BJP ഇതര സംസ്ഥാനങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട്. അർഹതപ്പെട്ട വിഹിതം നിഷേധിക്കുന്ന നിലയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അതിൻ്റെ ഭാഗമായി
ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലടക്കം ആ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് പോകേണ്ടിയും വന്നിട്ടുണ്ട്. ഇപ്പോൾ ദേശീയ തലത്തിൽ അംഗീകരിച്ചൊരു പരിപാടി വിജയിപ്പിച്ചതിൻ്റെ ഭാഗമായി സീറ്റും കുറക്കും എന്ന നിലയിലാണ് വരുന്നത്. ഈ ആശങ്ക പൂർണ്ണമായും ദൂരീകരിക്കപ്പെടേണ്ട ഒന്നാണ്. ഏകപക്ഷീയമായ നടപടിയാണ് BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകാറ്. ഇക്കാര്യത്തിൽ നല്ല സമവായത്തിലൂടെ മാത്രമേ തീരുമാനങ്ങളിലേക്ക് എത്താൻ പറ്റൂ. ജനസംഖ്യയെ അടിസ്ഥാനപ്പെടുത്തി മണ്ഡല പുനർനിർണയം നടത്തിയാൽ അത് ഇന്ന് ഇവിടെ പങ്കെടുത്ത സംസ്ഥാനങ്ങളെ മാത്രമല്ല മറ്റു പലതിനെയും വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ മണ്ഡല പുനർനിർണയം സെൻസസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജനസംഖ്യയെ അടിസ്ഥാനപ്പെടുത്തി ആയിക്കൂടാ. നേരത്തെ തന്നെ ചില നിലപാടുകൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് അനുസൃതമായ തരത്തിൽ ഇപ്പോഴുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം അതേപോലെ നിലനിർത്തിക്കൊണ്ടുള്ള മണ്ഡല പുനർനിർണയം വേണമെങ്കിലാവാം. ആ തരത്തിലുള്ള ചർച്ച എല്ലാവരുമായും നടത്തി, എല്ലാ സംസ്ഥാനങ്ങളുമായും നടത്തി, എല്ലാ കക്ഷികളുമായും നടത്തി മാത്രമേ ഈ നടപടി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കാൻ പാടുള്ളൂ. ഇതാണിന്ന് പൊതുവെ ഉയർന്നു വന്ന അഭിപ്രായം. ഇതിൻ്റെ തുറ നടപടികൾ സ്വീകരിക്കണമെന്ന് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആലോചനകൾ തുറന്നു നടക്കും. ദേശീയ തലത്തിലടക്കം പ്രശ്നങ്ങൾ ഗൗരവമായി കൈകാര്യം ചെയ്യുന്നതിന് ഡൽഹി കേന്ദ്രമാക്കി ഇതിൻ്റെ ചെറിയ തുടരാലോചനകൾ നടക്കണം എന്നും കണ്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വിശദമായി ഇന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സർ, ഇപ്പോൾ ഈ കാര്യത്തിൽ BJP ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ ഇത് ആവശ്യമില്ലാത്ത ഒരു മീറ്റിംഗ് ആണ്, ഇത് ഒട്ടും ഇതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്നുള്ള രീതിക്കുള്ള സംസാരങ്ങളൊക്കെ വരുന്നുണ്ട്. അവർക്ക് താങ്കളുടെ മറുപടി എന്താണ് സർ? അത് BJPയുടെ നിലപാടിൻ്റെ ഭാഗമായി വരുന്നൊരു കാര്യമാണ്. ഇത് ഉയർന്നു വരുന്ന ആശങ്കയാണ്. ആ ആശങ്ക ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല, പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ വിശദാംശങ്ങൾ ചർച്ചയിലൂടെ മാത്രമേ മനസ്സിലാക്കാനും പരിഹരിക്കാനും കഴിയും. ഇവിടെ ചില കാര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രസ്താവനയും കൂടുതൽ ആശങ്ക ഉളവാക്കുന്ന നിലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ അനങ്ങാതിരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം സംസ്ഥാനങ്ങൾ എല്ലാം ഒരേ വികാരത്തോടെ ഈ പ്രശ്നം ഉയർത്താൻ തയ്യാറായിട്ടുള്ളത്. അതിന് മുൻകൈയെടുത്ത തമിഴ്നാട് മുഖ്യമന്ത്രിയെ എല്ലാവരും ഹാർദമായി അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, ഇപ്പോൾ ഈ 7 സംസ്ഥാനങ്ങൾ മാത്രം ഈ മണ്ഡല പുനർനിർണയത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതുകൊണ്ട് മാത്രം ഒരു കൺക്ലൂഷൻ കിട്ടുമെന്ന് സർ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ ഗൗരവമാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ അംഗസംഖ്യ കുറയുക എന്നത് നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ആ കാര്യത്തിൽ മറ്റുള്ളവരും അതിനോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ് പഞ്ചാബും അതേപോലെ തന്നെ ഒഡീഷയും ഇന്ന് പങ്കെടുത്തതിലൂടെ കാണിച്ചിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളും ഈ പ്രശ്നങ്ങൾ നേരിടുന്നവയുണ്ടാകും. BJPയുടെ നേതൃത്വം അംഗീകരിച്ചിട്ടുള്ള BJP ഗവൺമെൻറ്റുകളുള്ള സംസ്ഥാനങ്ങൾ ഇപ്പം തന്നെ സാമ്പത്തികമായി വലിയ തോതിൽ വിവേചനപരമായ കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നവയാണ്. ആ വിവേചനം എന്ന് പറയുമ്പോൾ അധിക ആനുകൂല്യങ്ങളാണ്. വിവേചനം യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളാണ്, BJP ഇതര സംസ്ഥാനങ്ങളാണ്. അതിൻ്റെ ഭാഗമായി സാമ്പത്തിക ആനുകൂല്യങ്ങൾ കുറയുന്നു. നിങ്ങൾക്ക് സമ്പത്തുമില്ല,
സീറ്റുമില്ല എന്ന നിലയാണ് വരാൻ പോകുന്നത്. അതിനെ ചോദ്യം ചെയ്യുന്ന നിലയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് കാലികമാണ്, ആവശ്യമായിട്ടുള്ളതാണ്. കൂടുതൽ ശക്തമായ നിലയിലേക്ക് നീക്കേണ്ടതുണ്ടെങ്കിൽ നീക്കണമെന്നാണ് ഇന്ന് കണ്ടിട്ടുള്ളത്. സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു നോളേജ് ഇല്ല. അവർക്ക് കൊണ്ടുപോയി ചേർക്കണം എന്നുള്ള രീതിക്ക് ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ സാർ എന്ത് പറയും? അല്ല, ഇത് ജനങ്ങളുടെ പ്രശ്നം തന്നെയാണ്. ജനങ്ങളുടെ പ്രശ്നം എന്നത് നമ്മുടെ നാടിൻ്റെ ശരിയായ പ്രാതിനിധ്യം പാർലമെൻറ്റിൽ ഇല്ലാതായാൽ അതിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന ഒട്ടേറെ ആപത്തുകളുണ്ട്. ആ ആപത്ത് നമ്മുടെ നാടിന് മാത്രമല്ല രാജ്യത്തിനാകെയാണ് സംഭവിക്കുക. BJP ആഗ്രഹിക്കും വിധമുള്ള ഒരു കൃത്രിമ ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അത് നമ്മുടെ ഭരണഘടനയെ ബാധിക്കും, നമ്മുടെ മതനിരപേക്ഷതയെ ബാധിക്കും, നമ്മുടെ രാജ്യത്തിൻ്റെ മൂല്യങ്ങളെ പലതിനെയും ബാധിക്കും. അത് ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. അതാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള പ്രശ്നം. தொகுதி மறுவரையறை தொடர்பான பல்வேறு விஷயங்களை ரொம்ப விரிவாக நம்மக்கிட்ட பகிர்ந்திருக்காங்க. அவருக்கு நம்முடைய நன்றிகள். நன்றி.